അനേകം ലക്ഷക്കണക്കിന് ജനങ്ങളുടെ നിലവിളിയുടെ മറുപടിയായി ദൈവം മോശയെ തിരഞ്ഞെടുത്തു. ഇതാ മിദ്യാനരാൽ ഇസ്രായേൽ മക്കൾ ഏറ്റവും നിലവിളിക്കുമ്പോൾ, ആ ജനത്തിന്റെ നിലവിളി ദൈവസന്നിധിയിലെത്തിയപ്പോൾ ദൈവം തന്റെ ദൂതനെ ഒരു മനുഷ്യന്റെ അടുക്കലേക്ക് അയക്കുകയാണ്. ഇത്രയും ആയിരക്കണക്കിന് ജനങ്ങളുടെ നിലവിളിയുടെ ഉത്തരമായി തീരുവാൻ. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, പലരുടെയും ജീവിതത്തിന്റെ കണ്ണുനീരിനും പലരുടെയും ജീവിതത്തിന്റെ പ്രതിസന്ധികൾക്കും പല കുടുംബങ്ങളുടെ തകർച്ചകളുടെ വിടുതലിനും യൗവനക്കാരി നിന്നെ ദൈവം ഒരു ഉത്തരമാക്കി തീർക്കും. ദൈവം നിന്നെ ഒരു ആൻസറാക്കി, ഒരു ഉത്തരമാക്കി മാറ്റും. എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവത്തിന്റെ ജനമേ, ഇങ്ങനെ ഞാൻ നോക്കുമ്പോൾ വേദപുസ്തകത്തിൽ ദൈവം ഉപയോഗിച്ച സകല അഭിഷിക്തന്മാരും സകല പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും പലരുടെയും ചോദ്യങ്ങളുടെ, പ്രശ്നങ്ങളുടെ മറുപടിയും പരിഹാരവുമായിരുന്നു. ഹല്ലേലൂയ. യഹോവ ജോസഫ് നിമിത്തം മിസ്രൈമിന്റെ വീടിനെ അനുഗ്രഹിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങളുടെ വീടിന്റെ സ്ഥിതി മാറ്റാൻ, നിങ്ങളുടെ കുടുംബത്തിന്റെ മുഖഛായ മാറ്റാൻ ദൈവത്തിന് നിന്നെ അനുഗ്രഹിച്ചാൽ മാത്രം മതി. നീ നിമിത്തം നിന്റെ വീടിന്റെ സ്ഥിതികളെ ദൈവത്തിന് മാറ്റാൻ കഴിയും. പക്ഷേ കർത്താവ് പ്ലേസ് ചെയ്യുമ്പോൾ, കർത്താവ് അപ്പോയിന്റ് ചെയ്യുമ്പോൾ അവന് വേണ്ടി ഏൽപ്പിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? ഞാൻ വിക്കൻ എന്ന് പറഞ്ഞ ആ വിക്കന്റെ നാവിനെയും കൊണ്ടാണ് ലക്ഷോപലക്ഷം ജനങ്ങളെ ദൈവം നയിച്ചത്. എന്റെ കുലം എളിയതും ഞാൻ ബലഹീനനുമാണ്, പിതാക്കന്മാരുടെ ദൈവം എവിടെ, പണ്ടത്തെ അത്ഭുതങ്ങൾ എവിടെ എന്ന് ദൈവത്തോട് ചോദിച്ച ഗിദെയോനെയും കൊണ്ടാണ് പാളയത്തിനകത്ത് പാച്ചിൽ ആരംഭിച്ചത്. അപ്പനായ ഈശയായി എഴുതി തള്ളിയ മറന്നുപോയ തന്റെ മകനായ ദാവീദിനെയും കൊണ്ടാണ് ഇസ്രായേൽ രാജ്യത്തെ ദൈവം ചലിപ്പിച്ചത്. ഹല്ലേലൂയ. മനുഷ്യർ അവഗണിച്ചതിനെ ദൈവം പരിഗണിക്കുന്നു. മനുഷ്യർ എഴുതി തള്ളിയതിനെ ദൈവം മൂലക്കല്ലാക്കി മാറ്റുന്നു. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ഒറ്റ കാര്യമേ ഉള്ളൂ. സ്വന്തം വിവേകത്തിലും സ്വന്തം ബുദ്ധിയിലും ആശ്രയിക്കാതെ, ജഡത്തിൽ ആശ്രയിക്കാതെ നിങ്ങളുടെ ജീവിതത്തെ കർത്താവിനായി കൊടുക്കുക.